1900 ഫെബ്രുവരി 8 പുലർച്ചെ 3 മണി വലിയ ഭൂകമ്പമാണ് ഇവിടെ ഉണ്ടായത്. നാശനഷ്ടം പല ദിക്കുകളിലേക്കും വ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 6 രേഖപ്പെടുത്തിയ വൻ ഭൂകമ്പമാണ് ഉണ്ടായത്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ നല്ലേപ്പിള്ളിക്ക് സമീപമാണ് പ്രഭവ കേന്ദ്രം. ചിറ്റൂർ താലൂക്കിന്റെ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ 6 മൈൽ എന്നുള്ള സ്ഥലം കുന്നംപിടാരി മല. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇത് നല്ലേപ്പിള്ളിയിൽ നിന്നും 7.5 കിലോമീറ്റർ വടക്ക് ആയിരുന്നു ആ പ്രഭവ കേന്ദ്രം. തെക്കേ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഇതായിരുന്നു. വൻ ഭൂകമ്പത്തിന്റെ പ്രതിഫലനം 25,000 ചതുരശ്ര കിലോമീറ്ററുകൾക്കപ്പുറത്തും അനുഭവപ്പെട്ടു. സേലം, ഈറോഡ്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം നാശമുണ്ടായി. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കോയമ്പത്തൂരാണ്. അതിനാലാണ് കോയമ്പത്തൂർ ഭൂചലനമെന്ന് ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത്. 121 വർഷം മുൻപുള്ള ദുരന്തത്തിന്റെ വാർത്തകളും ചിത്രങ്ങളും അന്നത്തെ പത്രങ്ങളിൽ കാണാം. കോയമ്പത്തൂർ ആ ടൗൺ ഹാളിന്റെ അടുത്ത് മാത്രം 31 പേരാണ് മരിച്ചിരുന്നത്. കുന്നൂർ കളക്ടറേറ്റ് കമ്മീഷണേഴ്സ് ബിൽഡിംഗ് ഇടിഞ്ഞു താന്നു ഈ ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതം കൊണ്ട്. പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം കോയമ്പത്തൂർ ചർച്ച് ഡയോസി ആയിരുന്നു കഴിഞ്ഞ 4-5 വർഷം മുമ്പ് വരെ. ആലത്തൂർ വരെ കോയമ്പത്തൂർ സെന്റ് മൈക്കൽസ് ചർച്ചിൽ നിന്നും ഇവിടെ റെസ്ക്യൂവും അതിനുശേഷമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെയും വന്നുപോയതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. പ്രകൃതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഗായത്രിപ്പുഴ, കോരയാർ, വരട്ടയാർ തുടങ്ങി ഭൂകമ്പമുണ്ടായ പ്രദേശങ്ങളിലെ പുഴകളെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകി പ്രളയവും ഉണ്ടായി. പല പുഴകളുടെയും ഗതി മാറി. ചിറ്റൂർ മേഖലയിൽ ഭൂകമ്പങ്ങൾ ആവർത്തിക്കുമെന്ന പഠനങ്ങളുണ്ട്. ഇതിനു മുൻപും ചെറിയ ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ തുടർചലനങ്ങൾ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 2010 ഫെബ്രുവരി 10 വണ്ടിത്താവളത്ത് റിക്ടർ സ്കെയിലിൽ 2.2 രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. 4 ദിവസത്തിന് ശേഷം 2.8 രേഖപ്പെടുത്തിയ ഭൂചലനവും റിപ്പോർട്ട് ചെയ്തു. കൊഴിഞ്ഞാമ്പാറയിലും ഭൂചലനമുണ്ടായി. ചിറ്റൂർ മേഖലയിൽ വലിയൊരു ഭൂകമ്പം വരുമെന്ന് ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്നവർ പറയുന്നു. ഒരു സ്ഥലത്ത് ഭൂകമ്പം വന്നാൽ ആ ഭൂകമ്പം വന്ന സ്ഥലത്തിന്റെ ചരിത്രത്തിൽ 100 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യും. ± about 30 years. 30 വർഷം മുന്നിലാകാം, 30 വർഷം പിന്നിലാകാം. എന്ന് വെച്ചാൽ 70 വർഷത്തിൽ വരാം, അല്ലെങ്കിൽ 130 വർഷത്തിൽ വരാം, 130 വർഷത്തിനുള്ളിൽ വരാം. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ പാലക്കാട് ജില്ലാ ഭരണകൂടം നടത്തിയ പഠനത്തിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഭൂകമ്പ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് വൻതുക മുടക്കി ഭൂകമ്പ സാധ്യത കണ്ടെത്തുന്നതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. 25 വില്ലേജ് ഓഫീസുകളിൽ എയർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരിടത്തും ഇത് പ്രവർത്തിക്കുന്നില്ല. റിക്ടർ സ്കെയിൽ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെങ്കിലും പാലക്കാട് ടിപ്പു കോട്ടയിൽ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിക്കാത്തതിനാൽ റിക്ടർ സ്കെയിൽ സ്ഥാപിക്കുന്നത് അനന്തമായി വൈകുന്നു. ശാസ്ത്രീയമായ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ വലിയ അപകടമാകും നമ്മെ കാത്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ കേന്ദ്ര സർക്കാർ വരെ ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.